ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. സ്റ്റേറ്റ് സിലബസിനായാലും CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്, NCERT ടെക്സ്റ്റ് ബുക്ക്. അതുകൊണ്ട് തന്നെ കണ്ടൻറ്റൊക്കെ സിമിലർ ആയിരിക്കും, ഓൾമോസ്റ്റ് സിലബസും സിമിലറാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കും CBSE ബോർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ ക്ലാസ്സുകൾ തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, 10th കഴിഞ്ഞ് നമ്മൾ +1 എത്തുമ്പോഴാണ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സ്പ്ലിറ്റായി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും വരെ പഠിച്ചതിൽ നിന്ന് മൊത്തത്തിലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മുമ്പേ കഴിഞ്ഞതാണ്, ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾ മുമ്പേ പഠിച്ചതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ചും കൂടി ഡീപ്പറായി അല്ലേ, അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് കൺസെപ്റ്റ് ക്ലിയറാക്കി പഠിക്കുവാണെങ്കിൽ നമുക്ക് ഫിസിക്സ് വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായി മാറും. അതായത് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയായിരിക്കും പിന്നെ ഫിസിക്സ്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയറാക്കി മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അതായത് ടെക്സ്റ്റ് ബുക്ക്, അക്കോർഡിംഗ് ടു ടെക്സ്റ്റ് ബുക്ക്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഡയമെൻഷണൽ ഫോർമുല ആൻഡ് ഇക്വേഷൻസ്, ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ആപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ് ഈസ് കോൾഡ് യൂണിറ്റ്. അതായത് നമ്മൾ 10th വരെ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ യൂണിറ്റ് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ടീച്ചർ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് കിലോമീറ്ററിലാണ്, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. ഇത് മാത്രമല്ല വേറെയും ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് അല്ലേ. മിനിറ്റിൽ മെഷർ ചെയ്യാം ടൈം, അവറിൽ മെഷർ ചെയ്യാം. ഇപ്പോൾ വെയിറ്റ് ആണെങ്കിൽ കിലോഗ്രാം, ഗ്രാം, അങ്ങനെ പലതരം യൂണിറ്റുകളിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ വന്നു അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ സാധനം എന്താണത്? ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആണ്, ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡാണത്. ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ്, അതായത് ഇപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ എന്ന് പറയുമ്പം അതിനൊരു കറക്റ്റ് വാല്യൂം അതിനെ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടോ ഉണ്ടാവും അല്ലേ. അത് എല്ലാ ഇൻ്റർനാഷണലി ഇൻ ദ യൂണിവേഴ്സ് തന്നെ പറയാം, അത് ആക്സെപ്റ്റഡ് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന്. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾ 9th പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടേം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടാവും, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്തായിരുന്നു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എന്തൊക്കെ മെഷർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മെഷർ ചെയ്തിട്ട് അത് എഴുതുന്ന സമയം അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും? ഒരു യൂണിറ്റും കൂടി ഉണ്ടാവും അല്ലേ. അതാണ് നേരത്തെ പറഞ്ഞത്. ടൈം ഇപ്പോൾ 10 ആണ്, വെറും 10 നമ്മൾ പറയില്ലല്ലോ. 10 മിനിറ്റ് 10 സെക്കൻഡ് അല്ലേ. അതായത് അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് ഉണ്ടാവും. അതിനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇമോഷൻസ്, നമ്മളെന്താണ് ആലോചിക്കുന്നത്, ബുദ്ധി, ഇതൊന്നും ബുദ്ധി ഐക്യം നമുക്ക് മെഷർ ചെയ്യാം. എന്നാലും ഇപ്പോൾ വെയിറ്റ്, ലെങ്ത്ത്, അതൊക്കെ മെഷർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലേ. അപ്പോൾ അതൊന്നും എന്തല്ല, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ല. കറക്റ്റായി മെഷർ ചെയ്ത് എഴുതാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ തന്നെയാണ് നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം
എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ടുള്ളത് അല്ലേ, ആദ്യത്തേത്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഡിറൈവ്ഡ് എന്ന് പറയുമ്പം വേറൊരെണ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതായത് ഈ ബേസ് ആയിട്ട് കുറച്ച് ക്വാണ്ടിറ്റീസ് നമ്മൾ വെച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ യൂണിറ്റ്സ് ഫോർ ദ ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്സ്. അതായത് കുറച്ച് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു 7ഓളം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓർ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ ലെങ്ത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അതേസമയം ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഏരിയനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, സ്ക്വയറിൻ്റെ ആണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ, അങ്ങനെയല്ലേ വരിക. അതായത് 2 ലെങ്ത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരിക എന്തായാലും ഏരിയ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഏരിയനെ നമുക്ക് ലെങ്ത് ഇൻറ്റു ലെങ്ത്ത് എന്ന് എഴുതാമല്ലോ. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതിനെ വീണ്ടും ചെറുതാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ചൊരു ഹിസ്റ്ററിയാണ് പറയുന്നത്. അതായത് മുൻപ് ഉപയോഗിച്ചിരുന്ന മെഷർമെൻറ്റിൻ്റെ സിസ്റ്റംസ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഇതല്ല പറയാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ്. അതായത് മുമ്പേ ഉപയോഗിച്ചിരുന്ന സം സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 3 തരം സിസ്റ്റംസാണ്. CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണേ ഓരോന്നും. ഇപ്പോൾ CGS, FPS, MKS. CGS എന്ന് പഠിക്കുമ്പോൾ തന്നെ അതിലുള്ള ക്വാണ്ടിറ്റീസും നമുക്ക് കിട്ടും. സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഓക്കെ, ഇത്രയാണ് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇതെല്ലാം ഇന്ത്യയിൽ ഉപയോഗിച്ചതല്ല, വേറെ കൺട്രീസിലും ഒക്കെയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിസ്റ്റംസാണിത്. അപ്പോൾ ഈ സിസ്റ്റംസ് ഒക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ എന്ത് വന്നത്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വന്നത്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ടീച്ചർ നിങ്ങൾക്ക് മുമ്പ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ 10th 9th ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആൻസർ നിങ്ങൾ SI യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യണം അല്ലേ, SI യൂണിറ്റിൽ എഴുതണം, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ എല്ലാ യൂണിറ്റ്സും SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ആ സംഭവം, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓക്കെ, ഇനി ഈ സിസ്റ്റം ഉണ്ടല്ലോ, CGS, FPS, MKS, ഇതിനൊക്കെ എന്തായിരുന്നു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂണിറ്റ്സ്, അതായത് നമ്മളിപ്പോൾ ഫൂട്ട് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. അതിന് നമുക്കിപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഓരോ കൺട്രീസിനനുസരിച്ചിട്ടും അവിടെ ഉള്ള മനുഷ്യന്മാരുടെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ അല്ലേ? അവരെ അപ്പിയറൻസിലും ഹൈറ്റിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ ഫൂട്ടിൻ്റെ വലിപ്പവും വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഓരോ യൂണിറ്റും ഇതൊക്കെ വേണ്ടാന്ന് വെക്കാനുള്ള കാരണം. ഓക്കെ, പിന്നെ സെൻറ്റിമീറ്ററൊക്കെ വളരെ ചെറിയ യൂണിറ്റാണ്. നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ഒരു സൈസുള്ള യൂണിറ്റ് വേണ്ടേ? അങ്ങനെയൊക്കെ നോക്കി അതിന് ശേഷമാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഇത് നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റാണ്. ഇത് തന്നെയായിരുന്നില്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന SI യൂണിറ്റ്? മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. ഇവിടെ ഇപ്പോൾ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാത്രമേ വരുന്നുള്ളൂ. ഇത് മാത്രമല്ല എന്ന് പറഞ്ഞു, നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഓക്കെ,
ഇനി ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, അതിൻ്റെ ഫുൾ ഫോം, അതിൻ്റെ ഫ്രഞ്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. സിസ്റ്റമേ ഇൻ്റർനാഷണലെ ഡി യൂണിറ്റസ്, എളുപ്പമാണല്ലോ. ഓക്കെ, ഇനി ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഡെവലപ്പ് ചെയ്തത് ദ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, അതുപോലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് ലെങ്ത്ത്, മാസ്, ടൈം, അതായത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഇത് നമുക്ക് പരിചയമുള്ളതാണ്. ഇനി നമ്മൾ പരിചയമില്ലാത്ത കുറച്ച് യൂണിറ്റ്സ് ഇവിടെ നോക്കും. ഒരെണ്ണം ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ട് അത് നമുക്ക് പരിചയമുള്ളതാണ്, ആംപിയർ. ഇനി തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, പക്ഷേ യൂണിറ്റ് നമുക്കറിയാം, കെൽവിൻ. നമുക്ക് പരിചയമുള്ള യൂണിറ്റാണ് കെൽവിൻ. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ഈസ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി. ഇനി നമ്മൾ പഠിക്കാത്തൊരു യൂണിറ്റ് നിങ്ങളിപ്പം കെമിസ്ട്രിയിൽ പഠിക്കും, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ്, അതിൻ്റെ യൂണിറ്റ് മോളാണ്. MOL ഈസ് ദ യൂണിറ്റ്, മോൾ ഈസ് ദ യൂണിറ്റ്. ഈ കോളത്തിൽ എഴുതിയിരിക്കുന്ന സിമ്പലാണ്, മോളാണ് അതിൻ്റെ യൂണിറ്റ്, MOL ആണ് ഇതിൻ്റെ സിമ്പൽ. മീറ്ററിൻ്റെ M ആണ്, കിലോഗ്രാം, kg, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ മുമ്പേ പഠിച്ച സിമ്പൽസാണ്. ഇനി നിങ്ങൾ ഫിസിക്സിൽ തന്നെ പഠിക്കും ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില, സിമ്പൽ CD. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 7 ബേസ് യൂണിറ്റ്സ്, അതിൻ്റെ സിമ്പൽസ്, ബേസ് ക്വാണ്ടിറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഓരോന്നിനെയും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ടേബിളിൻ്റെ താഴെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇത് എക്സാമിന് ചോദിക്കൂല എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഇത് വായിച്ചു നോക്കി മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അതായത് നമ്മളിപ്പം മീറ്റർ എന്ന് പറഞ്ഞ് നമ്മളൊരു മീറ്റർ സ്കെയിലിൻ്റെ ആ ഒരു വലിപ്പം ഉണ്ടല്ലോ, അതേപോലെ കിലോഗ്രാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ കടയിൽ നിന്നൊക്കെ തൂക്കി വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വെയിറ്റ് അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ആ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്, എവിടെയെങ്കിലും അത് പറഞ്ഞു വെക്കണമല്ലോ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെഫറൻസ്. എവിടെയെങ്കിലും ഒരു റെഫറൻസ് വെച്ചിട്ടുണ്ടാവണമല്ലോ. ആ റെഫറൻസിനെ കുറിച്ചാണ് ഈ ഡെഫിനിഷൻ എന്ന് പറയുന്ന പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം മാത്രം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം, ബാക്കിയെല്ലാം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റായി അറിയിക്കുക. ഐ വിൽ ബി മേക്കിംഗ് എ വീഡിയോ ഓൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ നോക്കാം. ദ മീറ്റർ, സിമ്പൽ M, is the SI unit of length. It is defined by taking the fixed numerical value of the speed of light in vacuum c. നമ്മൾ 3 × 10⁸ എന്ന് പഠിക്കുന്ന ആ വാല്യൂ ആണ്, അതിൻ്റെ പ്രോപ്പർ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂമറിക്കൽ വാല്യൂ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം c to be when expressed in the unit meter per second, where the second is defined in terms of the cesium frequency delta nu by Cs. അതായത് ഇവിടെ നമ്മൾ സെക്കൻഡ് പറയുന്ന സമയത്ത് ഒരു സീഷ്യം ആറ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വായിക്കുമ്പം നമുക്കൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ വരും. അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അത്രയും ക്യൂരിയോസിറ്റി ഉണ്ട് ഇത് ഓരോന്നും കൃത്യമായി മനസ്സിലാക്കാൻ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കൂടുതലായിട്ട് പറയാത്തതിന് കാരണം ഇത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല കേട്ടോ. ഇതെന്തായാലും ചോദിക്കില്ല എക്സാമിന്. 7 യൂണിറ്റും ഡിഫൈൻ ചെയ്തത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി സം യൂണിറ്റ്സ് റീറ്റെയിൻഡ് ഫോർ ജനറൽ യൂസ്. അതായത് നമുക്ക് SI യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറെയും ചില യൂണിറ്റ്സ് ഫ്രീക്വൻ്റ്ലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ. അത് ഡിപ്പെൻഡ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ. അതായത് നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യണമെങ്കിൽ ചെറിയ യൂണിറ്റ്സ് മതിയാവും അല്ലേ, SI യൂണിറ്റ് വേണമെന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് യൂണിറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം മിനിറ്റ്, അവർ, ഡേ, ഇയർ, ഡിഗ്രി, ലിറ്റർ, ടൺ, ഇതൊക്കെ നമുക്കറിയാം. ക്യാരറ്റ് അറിയാലോ, ക്യാരറ്റ്,
ബാർ പ്രഷറിൻ്റെ യൂണിറ്റാണ്. ക്യൂറി ഈസ് ദർ, റോൺജൻ ഈസ് ദർ. ഇതൊക്കെ എന്തിൻ്റെ യൂണിറ്റാണ്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ +1 +2 പഠിച്ചെടുക്കും കേട്ടോ. ഇതൊന്നും നിങ്ങൾ അറിയാത്ത യൂണിറ്റുകളാണ്. ക്വിൻ്റൽ അറിയാം, ബാൺ അറിയാം, ആർ, ഹെക്ടർ, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ATM നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ അറിയാത്ത കുറച്ച് യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിറ്റുകൾ ഉണ്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇത് നമ്മുടെ ഒരു ഇൻഫർമേഷന് മാത്രം കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതായത് CGS, FPS, MKS സിസ്റ്റം, SI സിസ്റ്റം, ഇത്രയും സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു. ഓരോ സിസ്റ്റത്തിലും ഏതൊക്കെയാണ് യൂണിറ്റ്സ് എന്നും പറഞ്ഞു കേട്ടോ. ഓരോ സിസ്റ്റത്തിലും ഏതൊക്കെയാണ് യൂണിറ്റ്സ് എന്നും പറഞ്ഞു. ഓക്കെ, ഇനി ഇത് കൂടാതെ SI യൂണിറ്റ് കൂടാതെ SI യൂണിറ്റിൽ നമുക്ക് 7 ബേസിക് യൂണിറ്റ് കൂടാതെ 2 അഡീഷണൽ യൂണിറ്റ്സും കൂടിയുണ്ട്. അതായത് സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൂടിയുണ്ട്. ഓക്കെ, അത് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു സർക്കിൾ വരച്ച് ഒരു ആംഗിൾ വരക്കാറുണ്ടല്ലോ, അത് തന്നെയാണ് പ്ലെയിൻ ആംഗിൾ. ഓക്കെ, അതിനെ നമ്മൾ ഡി തീറ്റ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. നിങ്ങൾ തീറ്റയും കാര്യങ്ങളൊക്കെ 10th പഠിച്ചു വന്നതാണല്ലോ. ഇനി നമ്മൾ ഈ ഒരു വേരിയബിളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഡി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ആംഗിൾ എന്നർത്ഥം. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ, ഡി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മാത്സിൽ ഒരുപക്ഷെ നിങ്ങൾ ഡെറിവേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡി തീറ്റ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഡി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ആംഗിൾ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പൽ ഡി തീറ്റ. എന്താണ് പ്ലെയിൻ ആംഗിൾ? റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ആർക്ക് DS ടു ദ റേഡിയസ് R. അതായത് ഡി തീറ്റേനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? DS/R എന്ന് എഴുതാം. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ് ആക്ച്വൽ ഇക്വേഷൻ. ആർക്ക് ലെങ്ത് ഇവിടെ DS ആണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആർക്കായിരിക്കുമല്ലോ, ഇതൊരു ലൈൻ ആയിരിക്കില്ലല്ലോ, ആർക്കായിരിക്കുമല്ലോ. അപ്പോൾ DS ആണ് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അതുപോലെ ഇതിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണ്. റേഡിയൻ ഈസ് ദ യൂണിറ്റ്. ഓക്കെ, റേഡിയൻ ഈസ് ദ യൂണിറ്റ്. ഇനി അടുത്ത സപ്ലിമെൻ്ററി യൂണിറ്റ് സോളിഡ് ആംഗിളിൻ്റെയാണ്. സോളിഡ് ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി ഒമേഗ എന്നാണ്. ഡി ഒമേഗനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇവിടെ DS എന്ന് പറയുന്നതിന് പകരം എന്ത് വരും? ഇവിടെ ഏരിയ വന്നല്ലോ. ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മളിപ്പോൾ ഒരു സ്ഫിയർ എടുത്തിട്ട് സ്ഫിയറിൻ്റെ സെൻറ്ററിന്ന് ഒരു ആംഗിൾ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു 3 ഡയമെൻഷണൽ ഫിഗറാണ് കിട്ടുക. ഇപ്പോൾ സർക്കിളിൽ നിങ്ങൾ ഒരു പ്ലെയിൻ ആംഗിൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടല്ലോ, നമുക്കറിയാം. അതിൻ്റെ ഒരു 3D ഇമേജ് ഒന്ന് ആലോചിച്ചാൽ മതി. അതാണ് എന്ത്? നമ്മുടെ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, 3D. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന DS-ന് പകരം ഇവിടെ വരുന്നത് എന്താണ്? DA ആണല്ലോ. DA ഡിവൈഡഡ് ബൈ R². DA ഡിവൈഡഡ് ബൈ R² ആണ് സോളിഡ് ആംഗിൾ. ഡി ഒമേഗ ഈസ് ഈക്വൽ ടു DA/R². അതുപോലെ അതിൻ്റെ യൂണിറ്റ് സ്റ്റിറേഡിയൻ ആണ്. സ്റ്റിറേഡിയൻ, അതായത് 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയൻ ആൻഡ് സ്റ്റിറേഡിയൻ. റേഡിയൻ ഈസ് ദ യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ, സ്റ്റിറേഡിയൻ ഈസ് ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് വൈസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നോക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് ഒക്കെ വരുന്ന സമയത്ത് ഈ കൂടുതൽ തരത്തിലുള്ള യൂണിറ്റുകളും അതുമായിട്ട് നമ്മൾ ഒരുപാട് പരിചയത്തിൽ വരും കേട്ടോ. ഇപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്, ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, so we will meet in the next class. Thank you.